നമസ്കാരം. 2024 ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകളുടെ വർഷമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം 9ഓളം നിയമസഭകളിൽ തെരഞ്ഞെടുപ്പ് നടന്ന വർഷമാണ് കടന്നുപോയത്. എന്നാൽ 2025 പ്രധാനപ്പെട്ട 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മാത്രമാണ് നടക്കാനിരിക്കുന്നത്. 2025 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞിരിക്കുന്നു. അത് ദില്ലിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 10 വർഷമായി, ഒരു പതിറ്റാണ്ടിലേറെക്കാലമായി ദില്ലി അടക്കി വാണിരുന്ന, മൃഗീയമായ ഭൂരിപക്ഷത്തിൽ അടക്കി വാണിരുന്ന ആം ആദ്മി പാർട്ടിയെ മലർത്തിയടിച്ച് ദില്ലിയുടെ ഭരണം BJP പിടിച്ചെടുത്തിരിക്കുന്നു. ദില്ലി ഇനി BJP ഭരിക്കും അടുത്ത 5 വർഷക്കാലം എന്നതിൽ തർക്കമൊന്നുമില്ല. എന്നാൽ ഈ 2025 നടക്കുന്ന രണ്ടാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാർ തെരഞ്ഞെടുപ്പ്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ കാലാവസ്ഥ വളരെയധികം സങ്കീർണമാണ്. ഇന്ന് കേവലം ഭരിക്കുന്ന സർക്കാർ മുന്നണി സർക്കാരാണ്. ആ NDA സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ BJPക്ക് കേവല ഭൂരിപക്ഷം എത്താൻ സാധിച്ചിട്ടില്ല 2024 തെരഞ്ഞെടുപ്പിൽ. 2014 2019 അത് അങ്ങനെ ആയിരുന്നില്ല. അവർക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അത് ലഭിച്ചില്ല. ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന NDA മുന്നണിയിലെ BJP കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകകക്ഷികളാണ് ആന്ധ്രാപ്രദേശിലെ തെലുങ്കുദേശം പാർട്ടിയും അതുപോലെ തന്നെ ബീഹാർ ഭരിക്കുന്നത് JDU ആണ്, അല്ലെങ്കിൽ JDUവും BJPയും അടങ്ങുന്ന NDA സഖ്യമാണ്. BJP ആണ് അവിടുത്തെ ഏറ്റവും വലിയ ഇപ്പോൾ ഒറ്റക്കക്ഷി. പക്ഷേ JDUവിനാണ് മുഖ്യമന്ത്രി സ്ഥാനം. നിതീഷ് കുമാറാണ് മുഖ്യമന്ത്രി. നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പല പ്രാവശ്യം മുന്നണി മാറിയ വ്യക്തിയാണ്. BJPയിൽ നിന്നും UPAയിലേക്കും, UPAയിൽ നിന്നും തിരിച്ച് BJPയിലേക്കും, പിന്നെ വീണ്ടും ഇന്ത്യ മുന്നണിയിലേക്കും, അവിടെ നിന്ന് തിരിച്ച് BJPയിലേക്കുമൊക്കെ വന്ന പാരമ്പര്യമുള്ള വ്യക്തിയാണ് നിതീഷ് കുമാർ. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ എന്ത് രാഷ്ട്രീയ നിലപാടെടുക്കും എന്നത് പ്രവചിക്കുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയാണ് JDU. ആ JDU മുഖ്യമന്ത്രിയായിട്ടുള്ള, അല്ലെങ്കിൽ ആ JDUവിന് മുഖ്യമന്ത്രി സ്ഥാനമുള്ള ഒരു സംസ്ഥാനത്താണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഈ വർഷം ഒക്ടോബർ മാസത്തിലോ നവംബർ മാസത്തിലോ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കും. ബീഹാറിൽ ദില്ലി മോഡൽ ആവർത്തിക്കാനാണ് BJPയുടെ ശ്രമം. അതായത് ബീഹാറിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ മത്സരം അത് എളുപ്പമല്ല, അത് കടുത്തതാണ്. കാരണം ബീഹാറിൽ പ്രതിപക്ഷ സ്ഥാനത്ത് കോൺഗ്രസോ മറ്റേതെങ്കിലും ദുർബല കക്ഷികളോ അല്ല, RJD ആണ്. പ്രാദേശികമായി വലിയ സ്വാധീനമുള്ള RJD എന്ന പാർട്ടിയാണ് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയെ നേരിടുന്നത് പോലെ തന്നെ ഒരു വലിയ ടാസ്ക്കാണ് തീർച്ചയായും BJPക്ക് ബീഹാറിൽ RJDയെ നേരിടുക എന്ന് പറയുന്നത്. ബീഹാറിൽ ഒട്ടും BJPക്ക് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്ന സംസ്ഥാനമല്ല. പക്ഷേ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായി BJP മികച്ച പ്രകടനം പുറത്തെടുക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 74 സീറ്റുകളാണ് BJPക്ക് ലഭിച്ചത്. അതിന് മുന്നത്തെ തെരഞ്ഞെടുപ്പിൽ 53 സീറ്റുകൾ മാത്രമാണ് BJPക്ക് ഉണ്ടായിരുന്നത്. 243 അംഗ നിയമസഭയിൽ 123 അംഗങ്ങളുടെ പിന്തുണ തീർച്ചയായും ആവശ്യമാണ്. ഈ 74 സീറ്റിൽ നിന്നും 124-നപ്പുറമോ അല്ലെങ്കിൽ 124-നോട് അടുപ്പിച്ചോ സീറ്റ് നേടുക, അല്ലെങ്കിൽ സീറ്റ് നില നേടുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. അത് കേന്ദ്ര ഭരണത്തെ സംബന്ധിച്ചിടത്തോളം, സംസ്ഥാനത്തെ ഭരണം പിടിക്കുന്നത് സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഒരു വലിയ കടമ്പ BJPക്ക് ബീഹാറിൽ കടക്കാനുണ്ട്. അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ഇതിനോടകം തന്നെ BJP നടത്തിയിട്ടുമുണ്ട്. അതായത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങളുടെ ഏറ്റവും ജനകീയനായ നേതാവായിട്ടുള്ള കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന നൽകുന്നതടക്കമുള്ള വലിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ BJP ഇതിനോടകം തന്നെ പയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ബീഹാറിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി മുന്നണി വിടാനുള്ള ഒരു സാധ്യത ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങളിലൊക്കെ അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു മുന്നണി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും BJP അവിടെ പിടിച്ചു നിൽക്കും. BJP ബീഹാർ പിടിച്ചെടുക്കും. അതിനുള്ള തന്ത്രങ്ങളാണ് BJP ഇപ്പോൾ മെനയുന്നത്. കാരണം കേന്ദ്രത്തിൽ NDAയിൽ നിന്ന് 12 സീറ്റുകൾ മാത്രമാണ് JDUവിനുള്ളത്. ആ 12 പേർ സർക്കാരിൻ്റെ പിന്തുണ പിൻവലിച്ചാലും കേവല ഭൂരിപക്ഷം കേന്ദ്ര സർക്കാരിന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്നാലും നിതീഷ് കുമാർ എന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ പ്രവചനാതീതമായ സ്വഭാവം കാരണം ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇദ്ദേഹം മുന്നണി വിടുന്ന ഒരു പാരമ്പര്യമുണ്ട്, അങ്ങനെയൊരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ NDA വിട്ടു പോയാലും ഇനി തെരഞ്ഞെടുപ്പ് ഭംഗിയായി നടത്താനുള്ള ഒരുക്കങ്ങളാണ് BJP നടത്തുന്നത്. അതായത് സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവിടുത്തെ ഗവർണറുടെ തീരുമാനം വളരെ നിർണായകമാണ്. അതിനുവേണ്ടിയിട്ടാണ് കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന
സംസ്ഥാനമായ ബീഹാറിലേക്ക് മാറ്റിയത്. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ പിന്തുണ പിൻവലിച്ചാലും കാര്യങ്ങൾ മാനേജ് ചെയ്ത് വളരെ കൃത്യമായ സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് അവിടെ നടത്തി RJDയെ മലർത്തി അടിക്കാനുള്ള ഒരു കൈ സഹായം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നുണ്ടാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. എന്തായാലും ദില്ലി മോഡലിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി അവിടെ RJDയെ മലർത്തിയെടുക്കുക എന്ന ഒരു വലിയ ലക്ഷ്യമാണ് BJPക്ക് മുന്നിലുള്ളത്. ആ ലക്ഷ്യം പിന്തുടരാൻ അല്ലെങ്കിൽ ആ ലക്ഷ്യം ഭേദിക്കാനായി എല്ലാ ഒരുക്കങ്ങളും നടത്തുകയാണ് BJP. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.